ഇത്രയും ആഭാസന്മാരാണ്, ഇത്ര വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താത്തവന്മാരാണ് ഈ ചാനൽ പ്രവൃത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇവർ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിന് പിന്നൊരു അന്തസ്സുണ്ട്. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു പരാതിയും അതിൻ്റെ ഡിജിറ്റൽ തെളിവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി. അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുള്ള നടി ഹണി റോസ് പറയുന്നത് 5 മാസം മുമ്പ് ആലക്കോട്ട് നടന്ന ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ കൈപിടിച്ച് അദ്ദേഹം വട്ടം ചുറ്റി ശരീരഭാഗങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം. ഇത് മുമ്പും നടന്നിട്ടുള്ളതാണ്, നമുക്കറിയാം. അതിലൊന്നും അവർക്ക് എന്തെങ്കിലും എതിർപ്പുള്ളതായിട്ട് അവരുടെ മുഖഭാവത്തൊന്നും അല്ലെങ്കിൽ ചേഷ്ടകളിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. കൂടാതെ കുന്തി ദേവിയെ പോലെ എന്ന് പറഞ്ഞു എന്നുള്ളത്. കുന്തി ദേവിയായി ഒരു മഹാഭാരതം സീരിയൽ അഭിനയിച്ച നടിയെ പോലെ എന്നാണ് ബോച്ചെ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ അതിലപ്പുറത്തേക്കുള്ള ഒരു വിവാദം വന്നിരിക്കുന്നു. ആ വിവാദത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊട്ട അരുൺ എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ നെടുന്തൂണായ അരുണും ഷഹനാസും മറ്റൊരു പെൺകുട്ടിയും ഒപ്പനയിൽ കഥാനായികയായ പെൺകുട്ടിയും 18 വയസ്സിന് താഴെയുള്ള 15 വയസ്സുള്ള പെൺകുട്ടിയും ചേർത്തുകൊണ്ട് ഒപ്പനയിൽ ആ കുട്ടിയോട് ഇദ്ദേഹത്തിന് എന്തോ ഒരു അടുപ്പമുണ്ടെന്നും അത് ആ സംഭാഷണത്തിൽ നിന്നും മറ്റും വ്യക്തമാണെന്നും പറയുന്ന ഒരു സംഭവത്തിൽ അവർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. അതിൽ ആസ്പദമായ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ വീഡിയോ നമുക്ക് പൂർണ്ണമായി കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉള്ളത്, മ്യൂസിക് ഉള്ളതുകൊണ്ടും. എന്നാൽ സംഭാഷണം നമുക്ക് കാണാം തെളിവിന് വേണ്ടിയിട്ട്. അതിൽ ആദ്യം തന്നെ വരുന്ന ഷഹബാസ് എന്ന് പറയുന്ന അവിടുത്തെ റിപ്പോർട്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൃത്യമായി അരുൺ പറയുന്നത് ഉപദേശിക്കുകയാണ്, നിങ്ങൾ കാണാതിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് വാണിംഗ് ആണ് അരുൺകുമാർ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അരുൺകുമാറിന് ഈ ഭാഗത്ത് കുഴപ്പമില്ല. അരുൺകുമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ കാണാതിരിക്കുകയാണ് നല്ലത്. കാരണം അവിടെ ചെറിയൊരു പ്രശ്നം ഷഹബാസും ഈ കുട്ടിയുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ പരാമർശങ്ങൾ പറയുകയോ ഇതുപോലെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയോ മോശമായി പ്രകടനം നടത്തുകയോ ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയോ ചെയ്താൽ പോക്സോ കേസാണ്. അപ്പം നമുക്കത് പൂർണ്ണമായി കേൾക്കാം. എല്ലാവരും അതിനെക്കുറിച്ച് പൊട്ടിച്ചെറിക്കുകയാണ്. അതിനുശേഷം ആ കുട്ടിയെ കാണിച്ചു, എന്താ പേര്, എവിടുന്നാ വരുന്നത് എന്നുള്ള മറുപടി ആ കുട്ടി പറയുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ആംഗിളിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ ആകാം ഒരു വികാരാധീനായി സ്നേഹം തുടിക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മുഴുവൻ അങ്ങനെയാണ് ആ കുട്ടിയോട് ആ കുട്ടിയും അതിൽ ലയിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ വന്നാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഷഹബാസാണ്. ഷഹബാസ് അതുകൊണ്ട് ഇതിൽ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ആ കുട്ടിയോട് സംസാരിക്കുന്ന ആ മുഖഭാവം, ആംഗ്യഭാഷ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് എതിരാണ് അത്. അതായത് കാണാൻ നല്ല ചേലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മേക്കപ്പൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ എൻ്റെ ഒപ്പന കണ്ടിരുന്നോ, മുമ്പ് ഒപ്പനയിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഇങ്ങനെ മണവാട്ടിയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിലും മണവാട്ടിയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഈ ഡ്രസ്സിൽ നല്ല ചേലുണ്ടെന്നാണ് പറയുന്നത്. അതപ്പോഴേക്ക് മാഷ് വന്നിട്ട് എല്ലാ പെൺകുട്ടികളെയും ഓട്ടിക്കുന്നതാണ്, ആരെ നോക്കി നിൽക്കുകയാണെന്നുണ്ട്. ആ സമയത്ത് ഉള്ള കമൻ്റാണ് പ്രശ്നം. അവസാന ഭാഗമാണ് അവർക്ക് പ്രശ്നമാകാൻ പോകുന്നത്. റിപ്പോർട്ടർ ചാനൽ മൊത്തമായിട്ടും അതിൻ്റെ ചീഫ് എഡിറ്ററായ അതിൻ്റെ വാർത്തകളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള അരുൺകുമാറും കൂടി ഇതിനകത്ത് മൊട്ട അരുൺകുമാർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ ഇത്രയും വളർത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം വളർത്തിയെടുത്തിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ഒരു ക്രൈസിസിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കെതിരെ നേരിട്ട് എടുക്കാവുന്ന ഒരു കേസായിട്ട് വരികയാണ് പോക്സോ കേസ്. ഇതിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പോക്സോ കേസ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇതിനെക്കുറിച്ച് ഇന്ന് ജയശങ്കർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഭാഗം കൂടി നമ്മൾ ABC മലയാളത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൂടി നമുക്ക് കേൾക്കാം. മൊട്ട ചാനലിൽ പെട്ട ഒരു വിഡ്ഢി, അവന് വിഡ്ഢി എന്നല്ല പറയണ്ടത്, ശരിക്കും പത്രത്തിലടിക്കാൻ കൊള്ളാത്ത വാക്ക് ഈ തെണ്ടിയെക്കുറിച്ച് പറയേണ്ടത്. തെണ്ടി എന്നുള്ള വാക്കും സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം തെണ്ടികളെ എനിക്കെതിരായിട്ട് ബാനഷ്ടത്തിന് കേസ് കൊടുക്കും. അവർക്കൊരു അന്തസ്സുണ്ട്. ഇവൻ്റെ പേര് ഷഹബാസ് എന്നോ മറ്റുമാണ്. ഒരു എംബോക്കി എന്ന് പറഞ്ഞാൽ ഇത് വലിയ തെറ്റില്ല. മലപ്പുറത്ത് നിന്ന് വരുന്ന ഒപ്പന ടീമിൽപ്പെട്ട ഒരു കുട്ടിയോട്, മണവാട്ടിയുടെ വേഷം ധരിച്ചിരിക്കുന്ന കുട്ടിയെടുത്ത് അവൻ്റെ മൂരി ശൃംഗാരം കണ്ടല്ലോ, മതിലിനോട് ചേർത്ത് നിർത്തി നല്ല ഇട്ടി കൊടുക്കാൻ തോന്നും. എനിക്കതാ തോന്നിയത്. അത് കാണുന്ന നിങ്ങൾക്കും അത് തന്നെ തോന്നും. അതിൻ്റെ വിഷ്വൽസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല കാണിക്കാത്തത്, അത്രയും അശ്ലീലമായതുകൊണ്ടാണ്. ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനാണെന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് അവമാനമാണ്. ഇയാൾ കാണിക്കുന്ന വൃത്തികേട് കണ്ടപ്പോഴാണ് സത്യത്തിൽ ബോച്ച എത്ര പുണ്യവാനാണ്, എത്ര വിശുദ്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നത്, എത്ര നമുക്ക് മനസ്സിലാവുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മൊട്ട നടത്തുന്ന പരാമർശങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വല്ല ഇടിവെട്ടുണ്ടായിട്ട് ഇവൻ്റെ ചാനൽ കത്തിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ഇത്രയും ആഭാസന്മാരാണ്, ഇത്രയും വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താഴ്ത്തവന്മാരാണ് ഈ ചാനൽ പ്രവൃത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇവർ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു അന്തസ്സുണ്ട്. ലൈംഗിക തൊഴിലാളികളുടെ ജോലിക്ക് പോലും ഒരു അന്തസ്സുണ്ട്, അതിനൊരു മാന്യതയുണ്ട്. യുവന്മാർ കാണിക്കുന്ന ഈ വൃത്തികേട് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും വൃത്തികെട്ട വാക്കുകൾ എനിക്ക് അറിയാൻ പാടുന്നതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ മനോനില ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് പറയാത്തത്. ബോച്ച എത്ര പുണ്യവാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ മരമുറി ചാനലിലെ 7ാം കൂലികൾ നടത്തുന്ന ഈ കലാപരിപാടി കാണുമ്പോഴാണ്. മാധ്യമ വ്യഭിചാരം എന്നുള്ള പേരിലാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ശരിക്കും അരുണെയും അതേപോലെ ഇവരെയും എല്ലാം തന്നെ പോക്സോ കേസിൽ കുടുങ്ങും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും അധികം വാർത്താ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ പത്രാധിപരായിട്ട് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള അതിൻ്റെ ഹെഡായിട്ടുള്ള അരുൺകുമാറിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. റിപ്പോർട്ടർ ചാനലിനും തിരിച്ചടി തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ശോഭാ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടി വളരെ ശക്തമായ രൂപത്തിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവറി ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനത്തെ ഒരു കേസ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ അരുൺകുമാറിനെയും അതേപോലെ ഷഹബാസിനെയും അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.